ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോൻ്റെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ ടൂറായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ വീടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പീഷ്യസ് ആയിട്ടുള്ള വീടാണ്. വീടിൻ്റെ അകത്തെ കാര്യമല്ല പറയുന്നത്, പുറത്തെ കാര്യമാണ്. നമ്മളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മൾ ഗാർഡൻ ഏരിയയ്ക്ക് വേണ്ടി അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ വീട് വെച്ചിട്ട് ഏകദേശം 13 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ, അതായത് കറക്റ്റായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു നമ്മളുടെ ഈ വീടിൻ്റെ പാലുകാഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ പോലും ഞങ്ങളുടെ പ്ലാനിങ്ങിലേ അല്ല. എല്ലാം നമ്മളുടെ എൻജിനീയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവായിരുന്നു നമ്മളുടെ ഈ വീടിൻ്റെ എൻജിനീയറിങ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും വാപ്പായും ഉമ്മായും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ ഫുൾ പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ 7th-ലും എൻ്റെ ബ്രദർ 9th-ലും പഠിക്കുന്ന ടൈമിലായിരുന്നു ഇതിൻ്റെ പാലുകാഴ്ച കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുന്നേ തുടങ്ങിയതാണ് നമ്മളുടെ വീടിൻ്റെ പണി. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ പ്ലാനിങ്ങിൽ ഒരു പങ്കും ഇല്ല. പക്ഷേ എന്നാലും നല്ലൊരു അടിപൊളിയായിട്ട് അന്നത്തെ, അതായത് ഈ 13 വർഷം മുമ്പേ ഉള്ളൊരു വീട്, അത് ഏറ്റവും നല്ല ഭംഗിക്കായിരുന്നു നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഫുള്ളും പല വെറൈറ്റീസ് ഓഫ് ചെടികളാണ് വെച്ചിട്ടുള്ളത്. ചെടികളുടെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ചെടികളുടെ അത്ര വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്കറിയില്ല. ഇപ്പം ഈ കാണുന്നതാണ് നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ഓരോ പ്ലാവ് മരങ്ങളും മറ്റുമൊക്കെയാണ്. അതിൻ്റെ ചെറിയ ഇത് കിട്ടുമല്ലോ, അത് വെച്ചേക്കുന്നതാണ്. പിന്നെ മറ്റേ നമ്മളുടെ കോളിഫ്ലവർ, ക്യാബേജ്, അതൊക്കെയാണ് അവിടെ ചെറിയ കൃഷികളായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള നമ്മളുടെ കപ്പ മരങ്ങൾ, പിന്നെ ചീര, അതൊക്കെയാണ് ചെറിയ ചെറിയ രീതിയിൽ കൃഷി പോലെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പം ഇങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓൾറെഡി ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ചെടികൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമ്മൾ ശരിക്കും ഗാർഡന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ ഉമ്മ ആണെങ്കിലും വാപ്പ ആണെങ്കിലും രണ്ടാൾക്കും ചെടികൾ ഭയങ്കര പ്രിയമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറേ ചെടികൾ ഈ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഓരോന്നായിട്ട് അവർക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ചസ് വേണമെന്ന് തോന്നുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് വെക്കുക, അവിടുന്ന് എന്തെങ്കിലും മാറ്റി വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാറാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ ഒരു ഗാർഡൻ്റെ വിശേഷം വരുന്നത്. നിങ്ങൾ കുറേ പേര്, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ ടൈം തൊട്ടേ എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മളുടെ വീടിൻ്റെ ഒരു ഹോം ടൂറും ഗാർഡനും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഹോം ടൂർ ഇതുപോലെ തന്നെ ഉടനെ തന്നെ ഞാൻ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണെന്നും എല്ലാവർക്കും വീടിനെ പറ്റി എപ്പോഴും അപ്രിസിയേഷൻ തരുന്നത് കൊണ്ടാണ് ഞാൻ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും ഒക്കെ കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉച്ച സമയമാണെങ്കിലും കാറ്റുള്ള ടൈമിൽ നല്ല കാറ്റായിരിക്കും. നമ്മൾ ഇത്രയും മരങ്ങളും ചെടികളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നല്ല സുഖമായിരിക്കും കേട്ടോ അവിടെയൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് നമ്മളുടെ ഒരു കസിൻ്റെ സ്ഥലമാണ് ഇത് കാണുന്നത്. അവർ നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തേനുള്ള പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെ അതിനകത്ത് ഇപ്പോൾ അത് വെറുതെ കിടക്കുന്നതുകൊണ്ട് അവിടെ ചെറിയ രീതിയിൽ നമ്മൾ ചീരയും കപ്പയൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോയിൽ വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ. പിന്നെ നമ്മൾക്ക് ഇതുപോലെ ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലീസിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.